Hello friends, welcome to our channel Nathun Tips and Stitching. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പിടിയും ബീഫും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തേങ്ങ ചരുകി വെച്ചതാണ്, ഒരു തേങ്ങ. ആ തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തേങ്ങ മുഴുവൻ ഇട്ട് കൊടുക്കില്ല, കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കണം, പിന്നെ എടുക്കാം. ഇത്ര ചെറിയ ഉള്ളി നമുക്ക് ഇതിലേക്ക് ചതച്ചിടാം. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം, വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കാം. ഇത് നമുക്ക് നന്നായി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണം. നന്നായി കുഴച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല ചൂടാണ് ഇപ്പോൾ. അപ്പം നമുക്കത് ഉരുട്ടാൻ അപ്പോൾ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം ചൂടാറുന്ന വരയ്ക്കും കുഴച്ച് വെക്കാം. അപ്പം നമ്മുടെ പിടിയിലേക്കുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് വെക്കാനായിട്ട് നമ്മളിതേ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് നോക്കാം. കുറച്ച് സബോള ഇടാം, കുറച്ച് ഇഞ്ചി ഇടാം, ഒരു 4 പച്ചമുളക് ഇടാം, കുറച്ച് കറിവേപ്പില ഇടാം, കുറച്ച് മഞ്ഞൾ പൊടി ഇടാം, ഉപ്പ് പാകത്തിന് ഇടാം, കുറച്ച് മുളക് പൊടി ഇടാം. നന്നായി ഒന്ന് തിരുമ്പി അടുപ്പമ്മ വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ പിടി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമ്മുടെ ബീഫൊക്കെ അതവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പിടി ഉണ്ടാക്കാം. തിളച്ച വെള്ളം ഒഴിച്ചത് കൊണ്ട് നന്നായി വെന്തിട്ടാണ് പൊടി ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിടി ഇതെവിടെ എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പമ്മ വെള്ളം വെച്ച് തിളപ്പിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ ഇതായിരിക്കും ഇടാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിത് ഉരുളി വെച്ച് അതിലേക്ക് ചൂടായപ്പോൾ സബോള ഇട്ടുണ്ട്. അതൊന്ന് വാടുമ്പോൾ നമുക്ക് അതിൽ ഇഞ്ചി, പച്ചമുളക്, വേപ്പിലേക്ക് ഇടാം. നമ്മുടെ സബോള നന്നായി വാടിയിട്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കത് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം.
പിന്നെ ഒരു 1.5 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫൊക്കെ അതിവിടെ വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മസാലയൊക്കെ നന്നായി പാകമായിട്ട് ഇപ്പോൾ നമുക്ക് അതിലേക്ക് ഇടാത്. അപ്പോൾ നമ്മുടെ ബീഫ് ഏതാണ്ട് റെഡി ആയിട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് നമുക്കതപ്പോൾ ഇറക്കി വയ്ക്കാം അടുപ്പം. നമ്മുടെ പിടി വേവിക്കാനായിട്ട് നമുക്കിത് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. 2 മണി ജീരകം നമുക്ക് ഈ വെള്ളത്തിലിട്ട് കൊടുക്കാം. ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പിടി ഉണ്ടാക്കിയ പിടിയൊക്കെ ഇടാം. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഉണ്ടൊക്കെ ഇവിടെ നന്നായി പാകമായി ഒടുങ്ങി. ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ കലക്കി വെച്ച ഒരു പിടി പൊടി കലക്കി വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പിടി ഇതിവിടെ പാകമായിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പിടി നമുക്കിതിവിടെ റെഡി ആയിട്ട് അത് നമുക്ക് സെർവ് ചെയ്യാം. ബീഫ് അതിൻ്റെ മുകളിൽ കൊടുക്കണം. നമ്മുടെ ബീഫ് കറി ഇതിലേക്ക് ഇടാം. ഇങ്ങനെയാണ് നമ്മളിത് കഴിക്കേണ്ട വിധം. ബീഫും പിടിയും കൂടി കഴിക്കേണ്ട വിധം. അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾ പറയാം. സൂപ്പർ ടേസ്റ്റ്. ഇത് നമ്മുടെ 50 നോയമ്പ് പിടിക്കുന്നതിന് മുന്നാണ് നമ്മൾ ഈ വിഭവം ഉണ്ടാക്കുക. ഇത് 50 നോയമ്പ് പിടിക്കുന്നതിന് മുന്നായിട്ട് പേത്രത്തേന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമാണ് നാളെ ഞായറാഴ്ച. അപ്പോൾ അന്നാണ് നമ്മളിത് ഉണ്ടാക്കി കഴിക്കേണ്ടത്. അപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം.
അപ്പം നമ്മുടെ ഇതേ പിടിയും ബീഫും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് സാധാരണ നമ്മുടെ നോയമ്പിൻ്റെ തലേദിവസം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് പഴയ കാലത്ത് ആൾക്കാരൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോഴത്തെ യങ് ജനറേഷന് അറിയുമോയെന്നറിയില്ല. അപ്പോൾ ഇത് കാണുന്നവരൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.